അദ്ദേഹം ഏകദേശം 7:15 കൂടിയാണ് എറണാകുളത്ത് കൊച്ചിയിൽ നിന്ന് എടപ്പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ സമയം 10:44. ഈ സമയത്ത് ഈ ദൗത്യം 100% പൂർത്തീകരിച്ചിരിക്കുന്നു. 10:15 കൂടി ഏകദേശം 3 മണിക്കൂർ കൊണ്ട് തന്നെ കിംസ് ആശുപത്രിയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എത്താൻ ഈ ആംബുലൻസിന് കഴിഞ്ഞുള്ളത് എന്നുള്ളതാണ്. അത് കൃത്യമായ കോർഡിനേഷൻ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ഒപ്പം തന്നെ പോലീസും നടത്തിയത് കൊണ്ടാണ് കൃത്യമായി എല്ലാ കാര്യങ്ങളും നടത്താൻ അല്ലെങ്കിൽ നിർവഹിക്കാൻ സാധിച്ചത്. അതിനോടൊപ്പം തന്നെ ഈ ആംബുലൻസ് ഈ നഗരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, കൃത്യമായി ഈ ആശുപത്രികളിൽ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അവയെല്ലാം പൂർണ്ണമായി നടത്താനും ആരോഗ്യവകുപ്പിന് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. 3 മണിക്കൂർ കൊണ്ട് തന്നെ ആദ്യം കിംസിലെത്തുന്നു. അടിയന്തര സാഹചര്യമുള്ള കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട അവയവം അവിടെ കിംസിൽ നൽകിയതിനു ശേഷം തൊട്ട് അടുത്ത് തന്നെ 4 കിലോമീറ്റർ ദൂരെയുള്ള മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്തുള്ള SAT ആശുപത്രിയിലേക്ക് ആംബുലൻസ് എത്തുന്നു. 10:22 ശേഷം ഏകദേശം 10:30 കൂടിയാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ തന്നെ ഇവിടെ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറായിരിക്കുന്ന 10 വയസ്സുള്ള കുട്ടിക്ക് വേണ്ട 2 വൃക്കകൾ കൈമാറിയതിനു ശേഷം പിന്നാലെയാണ് SCT ആശുപത്രിയിലേക്ക് ശ്രീചിത്ര ആശുപത്രിയിലേക്ക് പോയത്. 10:45 കൂടി ഏകദേശം 3.5 മണിക്കൂർ കൊണ്ട് പൂർണ്ണമായും ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് പോലീസിന്റെയും ഒപ്പം ആരോഗ്യവകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ശക്തമായ ഇടപെടൽ കൊണ്ടാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ അവയവം മാറ്റിവയ്ക്കൽ മാത്രമല്ല ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ ആലിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്നുള്ള ഒരു മാനുഷിക പരിഗണന കൂടി ആരോഗ്യവകുപ്പ് കാണിച്ചു എന്നുള്ളതാണ്. രാത്രി തന്നെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കേണ്ടതിനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു. അതിനുവേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രത്യേക നിർദ്ദേശം നൽകി 3 ഡോക്ടർമാരെത്തിക്കൊണ്ട് ഇപ്പോൾ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ തന്നെ ആലിൻ്റെ മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുശേഷമായിരിക്കും നാളെ തന്നെ ആലിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.